നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണം. ഇവിടെ ഉണ്ടാക്കുന്ന ലഹരി വിപണനത്തിന്റെ കാരണമായിട്ടുള്ള അതിന്റെ ഗ്രാസ് റൂട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ അത് സാധിക്കുമെന്നുള്ളതിലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇവിടെ MDMA പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇരിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത്, MDMA ഒന്നും അല്ല. ഇപ്പൊ അതിനേക്കാളും വലിയ വസ്തുക്കളാണ് ഇന്ന് ഈ പറയുന്ന ചെറുപ്പക്കാരുടെ കൈകളിലൂടെ ഒഴുകുന്നത്. അതിന്റെ പേര് മെത്ത് എന്നുള്ളതാ. മീതാംഫെറ്റൈൻ എന്നാണ് ആ ഒരു സബ്സ്റ്റൻസിനെ വിളിക്കുന്നത്. അത് MDMA വർഗത്തിൽപ്പെട്ട സംഭവമാണ്. അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എക്സ്റ്റസി, നിങ്ങൾക്ക് ഉന്മാദം ലഭിക്കും. അത് യഥാർത്ഥത്തിൽ ഈ നാട്ടിലേക്ക് രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള യുവജനങ്ങൾ ഇവിടെ ഉണ്ടോ? കുട്ടികൾ ഇവിടെ ഉണ്ടോ? ഇവിടെയുള്ള നാട്ടുകാരുടെ മാനസികാവസ്ഥ എന്താണ്? അതിനെ തുരത്താൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതിനൊരു കുറച്ചെങ്കിലും അല്പമെങ്കിലും ശമനമുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് പ്രിയപ്പെട്ട സർക്കാരെ, അധികാരത്തിലിരിക്കുന്ന നിങ്ങൾക്കാണ് എന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണം. ഇവിടെ ഉണ്ടാക്കുന്ന ലഹരി വിപണനത്തിന്റെ കാരണമായിട്ടുള്ള അതിന്റെ ഗ്രാസ് റൂട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ അത് സാധിക്കുമെന്നുള്ളതിലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്.